ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാനും പ്രസാദനും കൂടി ഉച്ചയ്ക്ക് 11 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ പെട്ടെന്ന് എന്താ പോരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞാങ്ങളെ ഇന്ന് രാവിലെ വിദേശത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നിട്ട് വിദേശത്തേക്ക് ഇന്ന് രാവിലെ പോയി. അപ്പോൾ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ താല്പര്യമുള്ളവർ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സമയം രാവിലെ 6:30 മണിയായിട്ട് തലയിൽ മുണ്ടിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല മഞ്ഞുണ്ട്, ഇന്നലെ മഴ പെയ്തതുമാണ്. അപ്പോൾ മുറ്റടിച്ച് തരാൻ വേണ്ടി നിൽക്കതാ ചൂലും കൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സന്തോഷ സങ്കടമൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലെത്തിട്ടോ, വളയത്തെ വീട്ടിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ടെത്തി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ട സാധനം എന്താണെന്നറിയാം, ഇതായത് വെയിലടിക്കേണ്ട മൊത്തത്തിൽ. ഇതാണ് മഞ്ഞ മീൻ. മഞ്ഞ ഏട്ട ഈ കുഞ്ഞാങ്ങളൊക്കെ കിട്ടിയതാട്ടോ, 3 എണ്ണം. ഇന്ന് രാവിലെ ചൂണ്ടിട്ട് പിടിച്ച മീനാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ പുഴയിലുള്ള മീനാണ് മഞ്ഞ ഏട്ടയും, അതായത് മഞ്ഞക്കൂരി. കോട്ടയം, ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിൽ മഞ്ഞക്കൂരി എന്ന് അതിനെ പറയാം. കണ്ടോ, മഞ്ഞയും കറുപ്പും കാണാൻ നല്ല ഭംഗിയില്ല മീനാണ്. മുളകിട്ട് വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം എണ്ണയൊന്നും വേണ്ട, നിറയെ നെയ്യുള്ള മീനാണ്. മുഖത്തേക്ക് വെയിലടിച്ചിട്ടേ കണ്ടോ, വന്നപ്പോൾ തന്നെ കണ്ട മീൻ എന്താ കണ്ടാൽ പാവല്ലേ. ഞങ്ങളുടെ പുഴയിൽ ഏറ്റവും കൂടുതൽ മഞ്ഞക്കൂരി ഉണ്ട്, പിന്നെ ഈ മലഞ്ഞിലില്ലേ, പാമ്പ് പോലത്തെ ആ മീനുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഇപ്പോൾ 11 മണിക്ക് എത്തി. 11 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഇതാ, വന്നപ്പോൾ തന്നെ കണ്ടത് ഇത് മഞ്ഞക്കൂരി. ഇവിടെ മഞ്ഞക്കൂരി ഞാൻ ആലപ്പുഴ, ഞങ്ങൾ കുട്ടനാട് പോയപ്പോൾ ഒരു ഷാപ്പിൽ നിന്ന് മഞ്ഞക്കൂരി മുളകിട്ട് വറ്റിച്ചതും കപ്പയും കഴിച്ചിട്ടുണ്ട്. അന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലായത്. കുടംപുളിയൊക്കെ ഇട്ട് കണ്ടോ, വെയിലടിച്ചിട്ട് 3 എണ്ണം. കാണാൻ നല്ല ഭംഗിയില്ല മീനാട്ടോ. ഞങ്ങളുടെ പുഴയിലെ ഏറ്റവും കൂടുതലുള്ള മീൻ ഇതാണ്. പിന്നെ മലഞ്ഞിൽ, വലിയ മലഞ്ഞിൽ. മീൻ രാവിലെ പിടിച്ചതായതുകൊണ്ട് ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷമാണത് വെട്ടി വൃത്തിയാക്കുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് അമ്മ നല്ല അടിപൊളി ബിരിയാണിയും സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ വറുത്തതും, പിന്നെ സാമ്പാർ, ചോറ്, ഉപ്പേരി, അച്ചാർ, പപ്പടം, പിന്നെ മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നാൽ മീൻ നന്നാക്കൽ ഞാൻ തന്നെ കേട്ടോ. വീട്ടിൽ വന്നാൽ നല്ല മീൻ മുറിക്കുക, നന്നാക്കുക, ഈ ചിക്കനൊക്കെ നന്നാക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അത് എൻ്റെ ഒരു കടമയായിട്ട് അവരൊക്കെ ഇവിടെ ഞാൻ വീട്ടിൽ വന്നാൽ അപ്പോൾ വേഗം മീൻ ഇറച്ചൊക്കെ എൻ്റെ കയ്യിൽ തരും. അപ്പോൾ ഞാനത് മുറിക്കുക, നന്നാക്കുക, കഴുകുക, തന്നെ. അപ്പോൾ ഇന്നത്തെ മഞ്ഞളേട്ട എന്നങ്ങനെ ഇവിടെ പറയും, മഞ്ഞളേട്ട. അപ്പോൾ അത് മുറിക്കട്ടെ കേട്ടോ. ഇതാണെങ്കിൽ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വഴുവഴുപ്പുള്ള മീനാണ്, നെയ്യുള്ള മീൻ. പുഴമീൻ എങ്ങനെ നന്നാക്കുന്നു എന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. എവിടെ ഞാൻ നന്നാക്കുന്നതിനേക്കാളും നല്ല വൃത്തിയിൽ മീൻ നന്നാക്കുന്ന ആൾക്കാരുണ്ട്. ഈ എർത്ത് ലവേഴ്സ് മീഡിയൻ്റെ പിന്നെ മീൻ പിടിക്കുന്നതാണ് എന്താ രസം. അവർക്ക് മഞ്ഞ ഏട്ടയും ചുവന്ന ഏട്ടയും വെള്ള ഏട്ടയൊക്കെ കിട്ടും. നാളെ നമ്മൾ മീൻ പിടിച്ചാണ്ടില്ലേ, അത് അന്ന് വെള്ള ഏട്ട മീനാണ് കിട്ടി. ചൂണ്ട അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൂണ്ട ആദ്യം എടുക്കാം. ഇതാണ് ഈ മീനിൻ്റെ നല്ല ഭംഗിയുള്ള മീനാണ് ഈ മീന്. ഞങ്ങൾക്ക് തിന്നാനല്ല കേട്ടോ ഗൈസ്, ഇത് ഗൾഫിലേക്ക് പറക്കാനുള്ള മീനാണിത്. ഇത് കുഞ്ഞാങ്ങളൊക്കെ കൊണ്ടുപോകാനാണ്. കാണിച്ചാൽ അത് കത്രിക ഈ മീനൊന്നും കഴിക്കാത്ത ആൾക്കാരിങ്ങനെ പറയണ്ടാവും, ഓ എന്ത് നല്ല ഭംഗിയില്ലൊരു മീൻ. ആ മീനിനെ അവർ കാണിക്കുന്നുണ്ടല്ലോ.
ഈ മീനിൻ്റെ ഒരു ഈ കത്തിൻ്റെയും കത്തി കണ്ട ഈ കത്രിക ടി വി ആണേ മാമ എണീറ്റോ മാമനോട് ടി വി കാണാൻ പറയൂ ഇതാണ് ഇട്ടോ ഇതാണ് കിങ്ങിണി ലച്ചുമോളെ ഇതാണ് മഞ്ഞയേട്ട മീൻ എങ്ങനെ നന്നാക്കാം അങ്ങനെ ഇംഗ്ലീഷൊന്നും പറയല്ലേ അതിനിതിൻ്റെ സൗണ്ട് കുറക്കൂല നിങ്ങൾ ഞാൻ ആ വോയിസ് ഈ ചൂണ്ട കുടുങ്ങിയുണ്ടോ ഇതൊരു പാവ മീനാട്ടോ എന്ത് നമ്മൾ ചൂണ്ടയമ്മ കൊളുത്തിയിട്ട് ഇരട്ട് കൊടുത്താലും അത് വേഗം വന്ന് കൊത്തും അത് അങ്ങനെ ഇത് വേഗം കുടുങ്ങും ചെയ്യും എല്ലാ ചൂണ്ടക്കാർക്കും ഈ മീനിനെ വേഗം കിട്ടും ചെയ്യും ഈ ചൂണ്ട കൊളുത്തിയുണ്ടോ എൻ്റെ ആമാശയത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ അതിസാഹസികമായി ഞാനിതിൻ്റെ ചൂണ്ട വായിൽ നിന്ന് എടുത്തു ഗൈസ് എന്തിനാ ഈ ഗൈസ് എന്ന് പറയണ എല്ലാവരും ചോദിക്കലുണ്ടോ അല്ല ഞാൻ പറയാ ചില ആൾക്കാരെ വീഡിയോയിലൊക്കെ ഹലോ ഗൈസ് ഞങ്ങളിപ്പോൾ അവിടെയാണ് ഇവിടെയാണ് ഹലോ ഗൈസ് ഞാനും പറയലുണ്ട് കേട്ട് സത്യത്തിൽ ഗൈസ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയാം കൂട്ടുകാരെ എന്ന് പറയുന്ന അർത്ഥം ആണോ ഇപ്പൊ വൈബ് പറഞ്ഞാൽ എന്താ വൈബ് പറഞ്ഞാല് നല്ലൊരു വൈബ് പറഞ്ഞാൽ എന്താ നല്ലൊരു എന്താ കാഴ്ച പ്രകൃതി മനോഹരമായ എൻജോയ് ചെയ്യുന്ന പ്രകൃതി രമണീയമായ അതേപോലെ ഗൈസ് ചിലരൊക്കെ പറയും ഹായ് ഗൈസ് പറയും ഹലോ ഗൈസ് ഹലോ ഗൈസ് എന്ന് പറയും അപ്പം ഞാനാണെങ്കിൽ ഞാനത് കേട്ട് ഞാനും ഗൈസ് എന്ന് പറയും ഈ മീൻ നന്നാക്കാൻ അത്യാവശ്യം എന്താ പറയുക കയ്യിന് ബലമൊക്കെ വേണം കയ്യിന് ബലമല്ല ആരോഗ്യമാണ് ശക്തി ഇതൊരു എന്താ പറയുക ജിമ്മുകാരനെ നന്നാക്കാൻ പറ്റുള്ളൂ എടുത്തോ കട്ടൊക്കെ ഈ എടുത്തോട്ടോ കിങ്ങിണിയെ ഈ കിങ്ങിണിയാണ് കേട്ടോ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശില്പ ഉണ്ണി 24 ന്യൂസ് എന്താ പുള്ളിപ്പാടം കറുകമണ്ണ അപ്പോൾ ഈ ചെകിളപ്പൂക്കളില്ലേ അതായത് മീനിൻ്റെ പൂക്കൾ ഈ പൂക്കളുടെ ഉള്ളിൽ കൂടെയാണ് മീൻ ശ്വാസം എടുക്കുന്നത് ശ്വാസോച്ഛ്വാസം നടത്തുന്നത് അതുകൊണ്ടാണ് ഈ ചെകിളപ്പൂക്കൾ ഇങ്ങനെയാണ് ഇങ്ങനെ കിട്ടുണ്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇതിങ്ങനെ ഇട്ടാൽ ആൾക്കാർ എഴുതും മീൻ നന്നാക്കാനൊക്കെ അറിയില്ലേ ചിലർ പറയും ഏതാണ് മീൻ നന്നാക്കാൻ അറിയാത്തൊരു പൊട്ടത്തി അറിയാം അങ്ങനെ പറയും അതായത് പൊട്ടത്തി അല്ല കേട്ടോ ഈ പുഴമീൻ നന്നാക്കാൻ കുറച്ച് റിസ്ക്കാണ് പിന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ എല്ലാ ആരോഗ്യവും ആ കത്രികയിലോട്ട് പ്രയോഗിക്കുന്നുണ്ട് ചിലർക്ക് ഈ മീൻ ഇഷ്ടമല്ല ഇങ്ങനെ വെച്ചാണ് ഗ്രില്ലാണല്ലേ ഒരു മീൻ നന്നാക്കി വൃത്തിയാക്കി ഞാൻ മുറിക്കണം അടുത്ത കുഞ്ഞു മഞ്ഞാട്ട നന്നാക്കുക കേട്ടോ ഇത് അന്ന് ആലപ്പുഴ പോയപ്പോൾ ചിറമൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ കുട്ടനാട് പോയിട്ട് ഒരു ഷാപ്പ് കയറിയിട്ട് മഞ്ഞയേട്ട അതായത് മഞ്ഞക്കൂരി മുളകിട്ട കറിയും കപ്പ ഉടച്ചതും പിന്നെ പള്ളത്തിമീൻ വറുത്തത് പള്ളത്തി എന്ന് പറയുന്നത് ഏതറിയോ നമ്മളിവിടെ പൂട്ടക്കുട്ടികൾ അറിയൂലേ ചെറിയ കുഞ്ഞു മീൻ പൊടിമീൻ വറുത്തത് പിന്നെന്താ കള്ളിന് പകരം ഞങ്ങളന്ന് കഞ്ഞിവെള്ളമാണ് കുടിച്ചത് കള്ളല്ല കേട്ടോ കള്ള് കുടിക്കുന്നവർക്ക് കള്ള് കുടിക്കും അന്ന് ഒരുപാട് ഫാമിലീസ് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ പിന്നെ ഷാപ്പ് വേറെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം വേറെ തന്നെ എൻ്റെ അമ്മ കട്ടാക്കിക്കോ അങ്ങനെ മൂന്നാമത്തെ മീനും കൂടി മുറിക്കാൻ നിൽക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ മീനും കൂടി മുറിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ പുഴയിൽ ഏറ്റവും കൂടുതൽ ഉള്ള മീൻ ഒന്ന് ഈ മഞ്ഞളേട്ടയും പിന്നെ മലഞ്ഞിലുമാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ള മീൻ ഒരു പാവ മീനാണ് എന്തിരട്ട് കൊടുത്താലും ഇത് വേറെ തിന്നും ചെയ്യും അതിന് നെയ്യുണ്ടോ ആ താറാവ് കുഞ്ഞുങ്ങളവിടെ നിൽക്കട്ടെടി അതിൻ്റെ അമ്മ അച്ഛനെ വന്ന് സൂം ചെയ്യണം കേട്ടോ ഈ മീൻ നന്നാക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന രണ്ടാൾക്കാരെ കണ്ടോ അവരെ കാണിച്ചോ ഇതാണ് ഞങ്ങൾ ബിഗോവ കുട്ടികൾ ബിഗോവ
ഈ കുഞ്ഞിപ്പെണ്ണ് മാത്രമേ ഉള്ളൂ? ഈ വലുപ്പത്തിൽ ബാക്കി മൂന്നാളും കൂടെ അല്ലേ? മീൻ നന്നാ കൈ കൂടണ്ട. അതിനങ്ങോട്ട് എടുത്താ ശ്രീയെ. ഇപ്പം ഉണ്ടായ 3 പിള്ളേരാട്ടോ. അത് 3 പിള്ളേരുണ്ട് ഒരാടിന്. അങ്ങനെ അതിസാഹസികമായി ഞാൻ മീൻ മുറിച്ചിട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, വലിയ ജീരകമെല്ലാം ഇട്ട് മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് റെഡിയാക്കി വറുത്തെടുത്തിട്ട് അങ്ങ് വിദേശത്തോട്ട് പോകും. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി ഇതാ വറുത്തെടുത്തിട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും അതിൻ്റെ നെയ്യും എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ കയ്യിലൊക്കെ ആയി. കൈയൊക്കെ പൊള്ളിപ്പോയി. കൈയൊക്കെ കഴുകിയതാട്ടോ അത്. അപ്പോൾ ഇതാ കാന്താരി മുളക് ഒരു ലോഡ്, ഒരു പാത്രമുണ്ട്. ഇത് സുർക്കയിലിട്ടിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള എന്ത് സാധനം വിദേശത്ത് കിട്ടും, പക്ഷെ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നല്ലേ നല്ലത്. അപ്പോൾ ഒരുപാട് കാന്താരി മുളക് പറിച്ചിട്ട് അത് സുർക്കയിലിട്ടിട്ട് അത് പാക്കാക്കി. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മ അവന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ കേട്ടോ. അമ്മയും അശ്വതിയും കുട്ടികളാണ് ഇരുന്നത്, ഞങ്ങളൊന്നും ഇരുന്നിട്ടില്ല. അമ്മ എന്നെ അവർക്ക് വിളമ്പി കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ, സങ്കടമായിരുന്നു. ഇതാ കുട്ടികളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ലച്ചുമോള്, ശ്രീമോള്, കിങ്ങിണി, എല്ലക്കുട്ടൻ, ബാലക്കുട്ടൻ, പിന്നെ മോനുക്കുട്ടൻ, പിന്നെ ഇതാ അവൻ്റെ കുട്ടികളും. ലച്ചുമോള് ഇതാ മേശൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ പാക്കറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 10 മണിയാണ് കേട്ടോ. 10 മണിക്ക് തൊട്ട് പാക്കറ്റാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ബീഫ് ഒരു 5-6 കിലോ ഉണ്ട്. അത് വറുത്തെടുത്തിട്ടുണ്ട്. അത് അടുത്തുള്ള റൂമിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ. അധികം പേരും അങ്ങനെയാണല്ലോ, ബീഫ് വറുത്ത കൊണ്ടുപോകും. ഇത് പിന്നെ മീൻ അച്ചാറാണ് കേട്ടോ. ഇത് അശ്വതിൻ്റെ അമ്മ അച്ചാറിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അതിന് പുറമെ അവർ കുറച്ച് ബേക്കറിയും ബീഫ് വറുത്തതും അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട പലഹാരമായ അരിയുണ്ടയാണ് കേട്ടോ കൊണ്ടുവന്നത്. അരിയുണ്ട ഉണ്ട്, കിണ്ണത്തപ്പുണ്ട്, പിന്നെ കുറച്ച് ബേക്കറി ഞങ്ങളും വാങ്ങി. പിന്നെ അനിയത്തിൻ്റെ വകയായിട്ട് ബേക്കറിയും പിന്നെ അതിന് പുറമെ ശ്രീമോൾ അച്ഛൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിയ തേനും ഉണ്ട് കേട്ടോ. 2 കുപ്പി തേന്. പിന്നെ അവരുടെ വക സ്പെഷ്യലായിട്ട് ഉണങ്ങിയ മാങ്ങ അച്ചാറിട്ടതുണ്ട്. പിന്നെ അഞ്ജുവിൻ്റെ വകയായിട്ട് സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലുണ്ട് കേട്ടോ. അതെല്ലാം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. എല്ലാം അതാ പെട്ടിയിലാക്കുകയാണ് കേട്ടോ. അവനിങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന അതേ പെട്ടിയിൽ തന്നെയാണ് കേട്ടോ അങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാവരും ഓരോ പൊതി അവനവൻ്റെ വകയായിട്ട് പെട്ടിയിലെടുത്ത് വെക്കുകയാണ് കേട്ടോ. ലച്ചുമോള്, കുഞ്ഞിക്കിളി, ചെല്ലക്കിളി, ബാലു, അല്ലു, ആരും ഉറങ്ങിയിട്ടില്ല എല്ലാവരും. പിന്നെ മോനൂസിൻ്റെ വക ഇത് പിന്നെ ഞാൻ നന്നാക്കിയ മസാലയൊക്കെ പുരട്ടിയ പുഴമീനാണ് കേട്ടോ. അത് ചെറിയ പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ അത് വറുത്തെടുത്തതാണ്. കഷ്ണം മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ, തലയൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ പെട്ടിയൊക്കെ പാക്കാക്കുന്നത് കാണുമ്പോഴേ അവൻ കുട്ടികളൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ എന്തോ നെഞ്ച് പൊട്ടിപ്പോവുക. എന്തൊക്കെയായാലും ഇങ്ങോട്ട് വരുന്നതിൻ്റെ അത്ര സന്തോഷം അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ അല്ലേ. അത് ഒറ്റയ്ക്കാണെങ്കിലും കുടുംബമുള്ള ആളാണെങ്കിലും കുട്ടികളുള്ള ആളാണെങ്കിലും ഒറ്റയ്ക്ക് പോകുന്ന ആളാണെങ്കിലും ആരായാലും പെട്ടിയൊക്കെ പാക്കറ്റായി കഴിഞ്ഞു. പ്രസാദേട്ട എല്ലാം റെഡിയാക്കി ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയപ്പോൾ പെട്ടി ചെറുതായി പോയിട്ടോ. ഇനി പെട്ടിയിൽ പേര് എഴുതിയത് ഒന്ന് കിങ്ങിണിൻ്റെ വക, ഒന്ന് ശ്രീമോളെ വക, ഒന്ന് എൻ്റെ വക. കാരണം ഞങ്ങൾ ഗൾഫിലേക്ക് പോവുമല്ലേ. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, സങ്കടങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേരൊക്കെ എഴുതി റെഡിയാക്കി അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 11 മണിയായിട്ടോ. 11 മണിക്കാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത്. പെട്ടി റെഡിയായി. 1:30 മണിയായപ്പോൾ എല്ലാവരും എണീറ്റു കേട്ടോ. ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടിയൊക്കെ തന്നെ പാക്കാക്കിയുണ്ട്. ഇവിടുന്ന് ഒരു 4:30 മണിയാകുമ്പോൾ ഇറങ്ങും. അവിടെ എയർപോർട്ടിലൊരു 5:30 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. 8 മണിക്കാണ് ഫ്ലൈറ്റ്.
അപ്പോൾ ഇതാ കുളിച്ചൊരുങ്ങി അമ്മേൻ്റെ വക ചായയൊക്കെ കഴിച്ച് ഇതാ പോകാൻ ഇറങ്ങുക കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞു. കരയി തന്നെ, ഭയങ്കര കരച്ചിൽ. കുട്ടികളെ വിട്ടു പോയിട്ടവന് ഭയങ്കര സങ്കടമുണ്ട്. ആദ്യത്തെ പ്രാവശ്യത്തിന് മുൻപ് പോയപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പോൾ ഭയങ്കര സങ്കടം. പിന്നെ കുട്ടികൾ എണീറ്റിട്ടില്ല. കുട്ടികളൊക്കെ ഉമ്മ വെച്ച് അങ്ങനെ പോയി. അല്ലും പാലൊക്കെ എണീറ്റിട്ടുണ്ട്. ലച്ചുമോൾ എണീറ്റിട്ടുണ്ട്. പിന്നെ ഇറങ്ങാൻ നേരമായപ്പോൾ കുട്ടികൾ എണീറ്റ് വന്നു. പിന്നെ അവൻ കാറിൽ നിന്ന് ഇറങ്ങി കുട്ടികളെ പിടിച്ച് ഉമ്മ വെച്ച് കരഞ്ഞ് അങ്ങനെ കേട്ടോ പോയത്. ഭയങ്കര സങ്കടമായിപ്പോയി പോയപ്പോൾ. കൊണ്ടുപോയാക്കാൻ ആരും പോകണില്ല കേട്ടോ, സങ്കടം കൊണ്ട്. കുട്ടനും അച്ഛനും പിന്നെ ശ്രീമോൾ അച്ഛനും കേട്ടോ പോണത്. പെണ്ണുങ്ങളാരും പോകില്ല. ആർക്കും പോകാനുള്ള ധൈര്യമില്ല. എല്ലാവരും കരയാണ്. കുട്ടികൾക്ക് മമ്പാട്ടിൽ നിന്ന് വരുമ്പോൾ മുട്ടായി കൊണ്ടുവരണം കേട്ടോ. മമ്പാട്ടിൽ നിന്ന് വരുമ്പോൾ മുട്ടായി കൊണ്ടുവരണം കേട്ടോ. കുഞ്ഞിക്കിളിക്കും പൈങ്കിളിക്കും. ഞങ്ങൾക്ക് വീഡിയോ അങ്ങനെ ഒരു മാസത്തെ ലീവിന് ശേഷം എൻ്റെ കുഞ്ഞാങ്ങൾ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടോ.